വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥി കുരുവിള സാറിൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാനുണ്ട്. സാറേ, സാറ് പറഞ്ഞു പരംവീർ ചക്ര എന്ന് പറഞ്ഞ സംഭവം എയർഫോഴ്സിൽ മാത്രമാണോ അത് ബാക്കി കുറേ പേർക്ക് കിട്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ? അതെ, പരംവീർ ചക്ര 3 ഡിഫൻസ് സർവീസസിലുള്ളവർക്കും കിട്ടുന്നതാണ്. പരംവീർ ചക്ര മാത്രമല്ല, ഗാലൻട്രി അവാർഡ്സ് എന്ന് പറഞ്ഞ് ഗാലൻട്രി അവാർഡ്സിലെ ഏറ്റവും ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ് പരംവീർ ചക്ര. കീർത്തി ചക്ര, വീർ ചക്ര, അങ്ങനെ പല ഗാലൻട്രി അവാർഡ്സ് ഉണ്ട്. ഈ ഗാലൻട്രി അവാർഡ്സ് കിട്ടുന്നത് നോർമലി ഇൻ ദ ഫേസ് ഓഫ് എനിമിയാണ്, അല്ലെങ്കിൽ തന്നെ വളരെ ഡെയറിങ് ആയിട്ടുള്ള ചില ആക്ടിങ്. ചിലയിടത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചിലർക്ക് വായുസേന മെഡൽ കിട്ടിയേക്കുന്നത് ഒരു എയർക്രാഫ്റ്റ് പ്രോബ്ലം വന്നു, പുള്ളിക്ക് ഇജക്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരു പൈലറ്റിന് ഇജക്റ്റ് ചെയ്യേണ്ടി ചോദിച്ചിട്ടുള്ളത്, പൈലറ്റിന് ഇജക്റ്റ് ചെയ്യേണ്ടി വന്നു. ഇജക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളൊരു ഇജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പൈലറ്റ് സീറ്റിൽ നിന്ന് പാരഷൂട്ട് ഉപയോഗിച്ച് പുറത്തോട്ട് വരിക. അത് ഒരു ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആകുമ്പോൾ മാത്രം ഏറ്റവും വലിയ പ്രോബ്ലം വരുമ്പോൾ പൈലറ്റിനെ സേവ് ചെയ്യാൻ, പൈലറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ മാത്രമേ ഇനിയും ചാൻസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ പൈലറ്റ് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ATC നമ്മുടെ കൺട്രോളറിൽ അവിടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കമാൻഡേഴ്സ്, ഫ്ലൈറ്റ് എൻജിനീയേഴ്സ്, ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കുന്ന ഒരു ഡിസിഷനാണ്, നൗ ദർ ഈസ് നോ അതർ വേ, പ്ലീസ് ഇജക്റ്റ്. അപ്പോൾ അങ്ങനെ ഇജക്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇജക്റ്റ് ചെയ്താൽ ഈ വീടുകളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എയർക്രാഫ്റ്റ് എവിടെയാ ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയർക്രാഫ്റ്റ് എവിടെയാ പോയി വീഴുന്നതെന്ന് അറിയില്ല. എയർക്രാഫ്റ്റിന് നഷ്ടപ്പെടുകയും അത് എവിടെയാ പോയി വീഴുന്നതെന്ന് അറിയില്ല. അപ്പോൾ പൈലറ്റ് ചിലപ്പോൾ ഇജക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഏറ്റവും വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ഇജക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇതില്ല. അത് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് മാപ്പുകളുണ്ടല്ലോ, പൈലറ്റ്സ് ഫ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അപ്പം വിജനമായിട്ടുള്ള സ്ഥലം ചിലപ്പോൾ എനിക്കറിയില്ല ഇവിടെ എവിടെയാണെന്ന്, പക്ഷെ ചിലപ്പം പീച്ചിയോ ആ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഡാമിൻ്റെ അവിടെയോ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. വലിയ ഡാമേജസ് ഇല്ലാത്ത കാട് പ്രദേശം അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്ലേസസിൽ ഫീൽഡ്സും ഇൻഹാബിറ്റഡ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ ഇജക്റ്റ് ചെയ്യാനായിട്ട് ഹി വിൽ റിസ്ക് ഹിസ് ലൈഫ്. അതായത് അപ്പം നേരത്തെ ചാടി പോകുന്നതിന് പകരം കുറച്ചും കൂടി സമയം നിന്ന് ഈ റിസ്ക് ഹിസ് ലൈഫ് ആൻഡ് ദെൻ ഇജക്ട്സ്. അപ്പം ചിലപ്പോൾ സൈറ്റേഷൻ കൊടുത്ത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് ഈ മേ ഗെറ്റ് എ വായുസേന മെഡൽ. ഇത്രയും ഒരു പ്രോസസ്സ്, അതായത് ഗവൺമെൻറ് അപ്രൂവല്, ഇത്രയും പേരുടെ ഡിസിഷൻ മേക്കിംഗ്, ഈ ഇത്രയും ടൈം കിട്ടുമോ ഇതിനൊക്കെ? പിന്നെ ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സാധാരണഗതിയിൽ 15th of August 26th of January നമ്മുടെ റിപ്പബ്ലിക് ഡേയിലും ഇൻഡിപെൻഡൻസ് ഡേയിലുമാണ് ഈ അവാർഡ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എയർ ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ആസ്ക് എല്ലാ യൂണിറ്റ്സിലോട്ടും ആർക്കൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണോ അവരെയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ എല്ലാ യൂണിറ്റ്സും അല്ല, ഈ ഇങ്ങനെ ചെയ്തിട്ടുള്ള യൂണിറ്റ്സിൽ നിന്ന് റെക്കമെൻഡേഷൻസ് അയക്കും. അത് എല്ലാ ഡെക്കറേഷൻസിനും, ഇപ്പം BSM ആണെങ്കിലോ പരംവിശ്വ സേവാ മെഡൽ ആണെങ്കിലോ, അത് യൂണിറ്റിൽ നിന്ന് അത് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് അത് റെക്കമെൻഡ് ചെയ്ത് കമാൻഡിൽ പോയി, കമാൻഡിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് എയർ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇത് വരും. അവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഇത്രയും പേർക്കാണ് ഞങ്ങൾ ഇത് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അവർ സെലക്ട് ചെയ്ത് അത് മിനിസ്ട്രിക്ക് അയക്കും. അല്ല സാറേ, ഞാൻ ചോദിച്ചത്, ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയി എന്ന് പറയുന്നല്ലോ, ആ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക്, അതായത് പൈലറ്റിനായിരിക്കുമല്ലോ ഇൻഫർമേഷൻ ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പൈലറ്റിന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് ബാക്കിയുള്ളവരായിട്ടുള്ള അത് സാറിന് ഞങ്ങൾ ATCയിൽ ഓൾവേസ് ഇൻ ദ ATC ദർ വിൽ ബി എ ക്വാളിഫൈഡ് പൈലറ്റ് അവൈലബിൾ ഹൂഎവർ ഈസ് ഫ്ലൈങ്. ഇപ്പം ജാഗ്വാറാ ഫ്ലൈ ചെയ്യുന്നെങ്കിൽ ജാഗ്വാറിൻ്റെ ഒരു ക്വാളിഫൈഡ് പൈലറ്റ് കാണും. അപ്പോൾ ആ ക്വാളിഫൈഡ് പൈലറ്റ് ഇമ്മീഡിയറ്റ്ലി ATC വിൽ സേ, പൈലറ്റ് വിൽ സേ ടു ദ ATC, ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം. അതിന് കോഡുണ്ട്, ആ കോഡ് വെച്ച് പുള്ളി പറയും അത് എനിക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ തന്നെ ഈ മറ്റേ പൈലറ്റും കൂടി അതൊന്ന് വർത്തമാനം പറയും. ആവശ്യമുണ്ടെങ്കിൽ ചീഫ് എഞ്ചിനീയറിനെ വിളിക്കും, അല്ലെങ്കിൽ COയെ വിളിക്കും. അങ്ങനെ സമയമുണ്ടെങ്കിൽ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എയർക്രാഫ്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി. ചിലപ്പം ചിലയിടത്ത് കൺട്രോൾ ചെയ്ത് താഴോട്ട് വരുന്നത്, ഒരു ഫോർ എക്സാമ്പിൾ ലാൻഡിങ് ഗിയർ താഴോട്ട് വരുന്നില്ല. സോ he has to belly land or he has to eject. പക്ഷേ സമയമുണ്ട്, ഫ്യൂവൽ ഉണ്ടെങ്കിൽ സമയമുണ്ട്. സമയമുള്ളപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്താൽ ഇത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും, സംഹൗ ടു സേവ് ദി എയർക്രാഫ്റ്റ് എന്ന് നോക്കും.
അതിനൊരു വഴിയില്ലെങ്കിൽ പറയാൻ പോവുക. ചില സമയത്ത് ഒന്നുമില്ല, ഭയങ്കരമായിട്ട് സ്പിൻ ചെയ്ത് താഴോട്ട് പോവുക, പൈലറ്റ് തന്നെ ഇജക്റ്റ് ചെയ്യും. അത് അവിടെ ഒരു ഡിസിഷൻ ഈസ് വിത്ത് ദ പൈലറ്റ് വെദർ ടു ഇജക്റ്റ് ഓർ നോട്ട് ടു ഇജക്റ്റ്. സാർ അതുപോലെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ല, ഞാൻ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നില്ല. പരംവീർ ചക്രയിലായിട്ടാണ് ചോദ്യം വന്നത്. പരംവീർ ചക്ര ഞാൻ പറഞ്ഞതുപോലെ 3 ഡിഫൻസ് സർവീസസിനും കിട്ടുന്ന ഹയസ്റ്റ് ഗാലൻട്രിയാണ്. എയർഫോഴ്സിൽ ഒരാൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ആർമിയിൽ 11 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആർമി കാരണം അവർ ഫോർവേഡിൽ പോയി ഓൺ ടു ഹാൻഡ് ഫൈറ്റും അതും ഇതും ഒക്കെ ചെയ്ത് പലർക്കും 11 പേർക്ക് കിട്ടിയിട്ടുണ്ട്. നേവിയിൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എയർഫോഴ്സിൽ ഒരാൾക്കുള്ളതാണ് ഈ നിർമ്മൽ സിംഗ് സേഖോ. അതാണ് ഞാൻ പറഞ്ഞ ഒരാൾ. സാറേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോറി, ഇത് ചോദിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാണ്. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ കീർത്തി ചക്ര പോലുള്ള സിനിമയായാലും ഒരു പർട്ടിക്കുലർ വിങ്ങിൽ ഒരു സ്പൈ മറ്റൊരു ദേശത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വല്ല അനുഭവങ്ങളും? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്. അതായത് എത്ര സെലക്ഷൻ ചെയ്താലും ദർ ക്യാൻ ബി സം എലിമെൻറ്റ് ഹൂ ഹാസ് ഗോട്ട് എ സ്മോൾ പ്രോബ്ലം. എന്ന് വെച്ചാൽ പൈസയോടുള്ള ആർത്തി. ഈ ആർത്തി ചിലർ മുതലെടുക്കും. എല്ലാ കൺട്രീസും ഓൾവേസ് ദേ വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വീക്ക്നെസ്സസ് ഇൻ ദ സിസ്റ്റം ഓഫ് അനദർ ഒപ്പോണൻറ്റ് കൺട്രി, എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്ക് ലേഡീസുമായിട്ടുള്ള ചില അഫെയേഴ്സ് ഉണ്ട്. നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ഹണി ട്രാപ്പിംഗ് ടൈപ്പ് ഓഫ് തിങ്സ് ഹാവ് ഹാപ്പൻ. അങ്ങനെ അതുണ്ട്. പിന്നെ ചിലർക്ക് പൈസയ്ക്ക് വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് വല്ലവരും മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഫോറിൻ നാഷണൽ ഇതിൽ നിന്ന് അത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് മിക്കവാറും ഫോർവേഡ് പ്ലേസസിലൊക്കെയാണ് അത് സംഭവിക്കുക. ഇതാണ് അങ്ങനെ സിനിമയിൽ കാണുന്നതിൽ വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ വാസ്തവമല്ല. പക്ഷെ വളരെ റെയറായിട്ട് ഇല്ല എന്നും സീറോ ആണെന്നും പറയാനും പറ്റില്ല. വളരെ റെയറായിട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. എൻ്റെ ഒരു അങ്ങനെയൊക്കെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായാൽ എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നത് അംബാലയിൽ തന്നെയാണ്. ആദ്യം ഞാൻ പോയിരുന്ന സമയത്ത് അവിടെ ഒരു മോര് വിൽപ്പനക്കാരൻ ഈസ് ഓൺലി ജോബ് വാസ് ഈസ് ഗിവിങ്. ഈ നല്ല ചൂടാണ് അംബാലയിലൊക്കെ, 45 ഡിഗ്രി 46 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങളാണ്. അവിടെ മോര്, അതായത് ലസ്സി കൊടുക്കുന്ന ഒരാളുണ്ട്. അയാൾ പാകിസ്ഥാൻ്റെ ഒരു സ്പൈ ആയിരുന്നു. ആർക്കും അറിയത്തില്ലായിരുന്നു. എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എയർമെന്നാണ് ബേസിക്കലി ഈ മോരൊഴിച്ച് കൊടുക്കും. മോരൊഴിച്ച് കൊടുക്കുമ്പോൾ അവരോട് വർത്തമാനം പറയും. നോർമലി ഇവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ സ്ക്വാഡ്രൺ ഇപ്പോൾ എവിടെയാണ്, തൻ്റെ സ്ക്വാഡ്രൺ എവിടെയാണ്? എൻ്റെ സ്ക്വാഡ്രൺ ഇപ്പം ശ്രീനഗറിലാണ്. ഈ ഇൻഫർമേഷൻ യൂസ് ടു ഗോ ടു പാകിസ്ഥാൻ. അത് സ്ക്വാഡിലുള്ള വ്യക്തി തന്നെയാണ്? അല്ല, അയാളൊരു സിവിലിയനായിരുന്നു. എയർഫോഴ്സിലുള്ളതല്ല, പക്ഷേ സിവിലിയനായിരുന്നു. അയാളുടെ ജോലി ഈ മോരൊഴിച്ച് ലസ്സി കൊടുക്കുക. പക്ഷെ അയാൾ ഇങ്ങനെ പലരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ്, നിങ്ങൾ അയാളെ കാണാനില്ലല്ലോ, അയാൾ ജോധ്പൂരിലേക്ക് പോയേക്കുക. ഇങ്ങനെ കാഷ്വൽ ടോക്കിലൂടെ ഇൻഫർമേഷൻ വാങ്ങിച്ച് അത് പാകിസ്ഥാനിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അയാളെ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ അന്ന് പിടിക്കുകയും ചെയ്തു. ഇത് മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ളൂ. വേറെ പലതും ഉണ്ടായി കാണാം, അറിയില്ല. സാറേ, ഈ ആ കാലഘട്ടങ്ങളിൽ മാവോയിസ്റ്റ്, നക്സൽസ്, ടെററിസം, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഒന്ന് ഇവിടെ ഈ നക്സൽസ്, മാവോയിസ്റ്റ് ഇതെങ്ങനെ ഫോം ചെയ്തു? അത് ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ എന്താണ്? ഇന്നിപ്പോൾ ഒരു പുതിയൊരു ഗ്രൂപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്, അർബൻ നക്സൽസ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ 1950s നമ്മൾ ഇൻഡിപെൻഡൻസിന് മുമ്പാണ് കമ്മ്യൂണിസം, അതായത് സ്റ്റാലിൻ ഇൻ റഷ്യ, അതാണ് കമ്മ്യൂണിസം തുടങ്ങിയതിൻ്റെ തുടക്കം. സ്റ്റാലിൻ ആണ് റഷ്യയിൽ തുടങ്ങിയത്. അതാണ് കമ്മ്യൂണിസം, വിച്ച് ഈസ് കോൾഡ് മാർക്സിസ്റ്റ് ലെനിൻ. ഇവർ എന്നെക്കാളും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ എനിക്കുള്ള ജനറൽ നോളജ് ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് 1949 ചൈനയിൽ മാവോ സേ തുങ് തുടങ്ങിയപ്പോൾ മാവോയിസം
ആ മാവോ സേത്തുങ്ങിൻ്റെ കമ്മ്യൂണിസത്തിനെ മാവോയിസം എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. ഇതിൽ രണ്ടിലുമുള്ള അന്ന് രണ്ട് ഇതേ ഉള്ളൂ, ഒന്ന് കമ്മ്യൂണിസം, മറ്റേത് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം കൺസിഡേർഡ് ടു ബി US-ഉം വെസ്റ്റേൺ കൺട്രീസും ക്യാപിറ്റലിസ്റ്റ്. ഈ ചൈനയും റഷ്യയും കൺസിഡേർഡ് ടു ബി സോഷ്യലിസ്റ്റിക്, മാർക്സിസ്റ്റ്, കമ്മ്യൂണിസം. ഇതാണ് വന്നിരുന്നത്. ബ്രിട്ടീഷ് ഇൻഡിപെൻഡൻസിന് മുമ്പ് ബ്രിട്ടീഷ് കമ്മ്യൂണിസത്തിനെ ബാൻ ചെയ്തു. അങ്ങനെ ബാൻ ചെയ്തപ്പോൾ കമ്മ്യൂണിസം വാസ് ബിക്കം ഔട്ട്ഡേറ്റഡ് ഇവിടെ. ആ സമയത്ത് കമ്മ്യൂണിസത്തിൽ ചില എക്സ്ട്രീം ഇത് ഉണ്ടായതാണ്. നക്സൽ ബാരിയിൽ വെച്ച് നക്സലൈറ്റ്സ് തുടങ്ങിയത്. അങ്ങനെ അത് വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിൽ ആ സമയത്ത് കമ്മ്യൂണിസം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്, ഇത് 1950s-ലും 60s-ലും ഉള്ള സ്റ്റോറിയാണ്. ഉള്ള രണ്ട് സ്റ്റേറ്റ്, ഒന്ന് വെസ്റ്റ് ബംഗാളും മറ്റേത് കേരളയുമായിരുന്നു. ഈ രണ്ട് സ്റ്റേറ്റിലാണ് അങ്ങനെ മാർക്സിസ്റ്റ് ലെനിനിസം മാവോയിസം തുടങ്ങി. ഈ രണ്ട് ഇതിലും കുറേ പേര് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റായിട്ടും കുറേ പേര് മാവോയിസ്റ്റായിട്ടും ചില തീവ്രവാദികൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നക്സലൈറ്റ്സ് ആയിട്ടും തുടങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞങ്ങളൊക്കെ കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ആർമി നേവി ഫോഴ്സസിൽ നുഴഞ്ഞു കയറി അങ്ങനെ ഒരു സംഭവം നുഴഞ്ഞു കയറി അങ്ങനെ ഫോഴ്സസിൽ വന്നിട്ട് ആരും അങ്ങനത്തെ ഒരു കമ്മ്യൂണിസമോ കോൺഗ്രസോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പോലും എനിക്കറിയില്ല. എൻ്റെ സമയത്ത് ഇല്ലാതാനും. അത് ഒരിക്കലും ഇതൊരു അപ്പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ആം ഫോഴ്സസ്. നമുക്ക് ആകെ ഉള്ളത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഡിഫൻസ് മിനിസ്റ്റർ, ആ ഒരു ലെവലിലുള്ള ഒരു ഇൻട്രാക്ഷൻ മിനിസ്ട്രി ആയിട്ടുണ്ട്. സിവിലിയൻ പോപ്പുലേഷനാണ്, സിവിലിയൻ, നമ്മളൊരു റിപ്പബ്ലിക്കാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനലി വി കം അണ്ടർ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് അവരുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് ഒരു ഇതുണ്ടെന്നല്ലാതെ മെമ്പേഴ്സ് ഓഫ് എ പാർട്ടി ആയിട്ട് ഒരാളും ആം ഫോഴ്സസിലില്ല. അത് തന്നെയാണ് ഇപ്പോഴും തുടങ്ങുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പൊളിറ്റിക്കലാണ് ആം ഫോഴ്സസ് എന്നാണ് പറയുന്നത്. പക്ഷേ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. യു ക്യാൻ എക്സസൈസ് യുവർ വോട്ടിംഗ് റൈറ്റ്സ്. നമുക്ക് തുടർന്ന് എപ്പിസോഡുകളിൽ കുറച്ചുകൂടി ഇൻഫോർമേഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.